हेलो कंटिन्यूशन ऑफ നമ്മുടെ कविता ओके। जिस गली में मैं रहता हूँ, हम गली वालों ने तो किसी तरह अपने प्राण बचा लिए. അപ്പോൾ ഇവർ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു, കാരണം ഇവർ പോയിട്ടാന്ന് പറഞ്ഞു. मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए. പക്ഷേ അവൻ ഈ ബാക്കി ഹസാറോ ഈ ലക്ഷങ്ങൾ അഭാഗ്യ എന്ന് പറയുമ്പോൾ അൺലക്കി ദില്ലിക്കാരെ എന്ത് പറയും, അവരെല്ലാം ജയിലിലും कैद खानेലും അങ്ങനെ അടച്ചിട്ട മുറിയിലൊക്കെ बंद कर दिए गए. जेल शहर से बाहर थी और हवालात दिल्ली के भीतर. जेल शहर से बाहर थी, जेल അന്ന് ദില്ലിയുടെ പുറത്തായിരുന്നു. शहर से बाहर थी, हवालात दिल्ली में थे. हवालात दिल्ली में थे. जेल शहर के बाहर थी और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. ഈ രണ്ട് സ്ഥലത്തും ബേഷുമാർ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ബേഗുന, ഒരു തെറ്റും ചെയ്യാത്തവരെ ബേഗുനാഹോ ठूस ठूस भर दिया था, കുത്തി കുത്തി നിറച്ചു വെച്ചായിരുന്നു. ഇസ് കദർ ഭർ ദിയ ഗയ कि लगता था आदमी के भीतर आदमी समाया जा रहा है. ഈ തരത്തിൽ നിറച്ചു വെച്ചായിരുന്നു कि മനുഷ്യൻ്റെ അകത്ത് മനുഷ്യൻ കയറിയിരിക്കുന്ന പോലെ അത്രയായിരുന്നു. ശ്വാസ് लेने में भी दिक्कत हो रही थी. ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു, അത്ര തിക്കുമായിട്ട് നിറച്ചു വെച്ചേക്കുമായിരുന്നു. इन दोनों की ही कैद खाने के बंदियों को बाद में फांसी दे दी गई. ഈ എല്ലാ कैद खानेലെയും ഈ പ്രിസണേഴ്സിനെയും ഈ അവർ അടച്ചു വെച്ച എല്ലാവരും ലാസ്റ്റ് അവർ फांसी दे दी गई, തൂക്കി കൊല വിധിച്ചു. नहीं मालूम कितने लाख लोग मार डाले. नहीं मालूम कितने लाख लोग मार डाले गए. അറിയില്ല എത്ര ലക്ഷം ആൾക്കാർ മരിച്ചു പോയെന്ന്. दिल्ली में अब कुछ ही हजार लोग बचे हैं होंगे. ഇനിയിപ്പോൾ ലക്ഷങ്ങളെ അവർ തൂക്കി കൊന്നു, ഇനി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി സബ് അംഗ്രേജോं के गुस्से का शिकार हो गए. ബാക്കി എല്ലാവരും ഈ ബ്രിട്ടീഷുകാരുടെ ദേഷ്യം കാരണം മരിച്ചു പോയി. शिकार हो गए എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലപ്പെട്ടു പോയിന്ന്. ബച്ചേ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ് ഗए. ദില്ലിയിൽ നിന്ന് ഓടിപ്പോയവരെല്ലാം രക്ഷപ്പെട്ടു. വേ ലോഗ് ഖുഷ് കിസ്മത്ത് थे. അവർ നല്ല ലക്കി ആയിരുന്നു, അവർ ഭാഗ്യവാന്മാരായിരുന്നു. വർണ്ണ ഉन्हें भी फांसी दे दी जाती, അല്ലെങ്കിൽ അവരെ തൂക്കി കൊല്ലാൻ വിധിച്ചേനെ. ദില്ലി മേ रहना ही उन दिनों मानो अपराध हो गया था. ആ കാലത്ത് ദില്ലി മേ रहना ही, ദില്ലിയിൽ താമസിക്കുന്നത് തന്നെ ഒരു അപരാധമായിരുന്നു പണ്ട് ആ കാലത്ത് നിന്ന്. മേരി പെഹചാൻ കാ ബിശ്തി था ചിരാഗ് അലി. മേരി പെഹചാൻ കാ ബിശ്തി था ചിരാഗ് അലി എന്ന് പറഞ്ഞാൽ ബേഹദ് സീതാ ആദ്മി, ഭയങ്കര പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. റോസ് സുബह नहर का पानी अपनी मश्क में भरता और अल्लाह के गुण गाता हुआ सड़कों की सींचे करता. എന്നും രാവിലെ ഈ നെഹർ കാ പാനി എന്ന് പറയുമ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, ഈ കനാൽ എന്ന് പറയും, അവിടെ അങ്ങനെ നെഹർ കാ പാനി അപ്നെ മഷ്ക് മേ ഭർത്ത, ആ വെള്ളം മഷ്കിനകത്ത് തേച്ചിട്ട് അല്ലാഹ് के गुण गाता हुआ सड़कों को सींचा करता. अल्लाह के गुण गाता हुआ ദൈവത്തിനെ വിളിച്ചിട്ട് सड़कों को सींचा करता. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मगन रहता. എന്താണ് കഴിക്കാൻ കിട്ടുന്നത് അതെല്ലാം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. एक रोज़ दिल्ली के बड़े हकीम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ദില്ലി के बड़े हकीम साहब, ഹക്കീം ഹഡ്സൺ സാഹബ്, ഹാക്കിം എന്ന് പറയുമ്പോൾ വലിയ ആൾ, ഒരു വലിയ ഇങ്ങനെ മേജർ പോലെയോ അങ്ങനത്തെ വലിയ ആൾ ഒരു ദിവസം സടക്ക് സെ അപ്നെ घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ഇങ്ങനെ റോട്ടിൽ അവനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമായിരുന്നു. ചിരാഗ് അലി സടക്ക് സീंच रहा था. ഇവൻ ഈ റോട്ടിൽ സിंचाई നടത്തുമായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം नहीं किया. അവനെ റെസ്പെക്റ്റ് ചെയ്തില്ല, ഈ കുതിരയിൽ നിന്ന് വരുന്ന വലിയ ആളിനെ. ഈശ്വർ के गुण गाता रहा. അവൻ ഇങ്ങനെ അള്ളയുടെ പാട്ടും പാടിങ്ങനെ ഇരിക്കുന്നു. ഹഡ്സൺ സാഹബ് को जो गुस्सा आया, उन्होंने अपनी तलवार से അഭാഗ്യ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല और उसकी लाश दिल्ली दरवाजे पर टांग दी. ഇവന് ദേഷ്യം വന്നപ്പോൾ അവനെ കൊന്നിട്ട് അതിൻ്റെ ശവശരീരം दिल्ली दरवाजे पर टांग दी. इन्हीं हडसन साहब ने बादशाह बहादुर शाह जफ़र के दोनों बेटों शहजादा फजल और मिर्ज़ा അബൂബക്കർ का भी खून किया था. ഈ മനുഷ്യൻ തന്നെയായിരുന്നു, ഈ ഹഡ്സൺ സാഹബ് തന്നെയായിരുന്നു ബഹാദൂർ ഷാ സഫറിൻ്റെ രണ്ട് മക്കളെയും കൊന്നത്. उसके सिर दिल्ली दरवाजे पर लटका दिए थे. അപ്പോൾ ഹഡസൻ को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था. ഈ
ഹഡ്സൺ എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷുകാരനെ ഈ ഇന്ത്യൻസിനെ കൊന്ന് തൂക്കുക കൊല ചെയ്യാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരു നല്ല മനുഷ്യനല്ലായിരുന്നു. മേരെ പടോസ് മേ ഗരീബ് ഔറത്ത് മെഹറുനിസ रहती थी. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മെഹറുനിസ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. उसके पिता की मौत तो 7 साल हुई है. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായിരുന്നു. अकेले औरत ഒറ്റയ്ക്ക് ഒരു स्त्री दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. दूसरों के घर में झाड़ू लगाकर വല്ല അപ്പുറത്തെ വീട്ടിൽ അടിച്ചു വാരി തുടച്ച് किसी तरह अपना गुजर बसर करती थी. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നു. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई. മെഹറുനിസ काम न मिलने से भूखे मरने लगे. അപ്പോൾ വീടുകളെല്ലാം കത്തിച്ചപ്പോൾ പിന്നെ ഇവൾക്ക് പണിയില്ലാണ്ടായി. വീട്ടിൽ അടിച്ചു വാരി തുടക്കലായിരുന്നല്ലോ ഇവളുടെ പണി. അപ്പോൾ മെഹറുനിസ काम न मिलने से भूखे मरने लगी. മെഹറുനിസയ്ക്ക് പണി കിട്ടാത്തതുകൊണ്ട് വിശന്ന് ചാവാൻ തുടങ്ങി. ആ ഉസ്കെ യഹാ मैंने 10 रोटियाँ पहुँचाई. ഇന്ന് ഞാൻ അതിൻ്റെ വീട്ടിൽ 10 റൊട്ടി കൊടുത്തു. दूसरी जो 10 और रोटियाँ बची उससे मेरे दोनों बेटे और नौकर का काम चला. ബാക്കി 10 റൊട്ടി കൊണ്ട് അവൻ്റെ 2 മക്കളും പണിക്കാർക്കും റൊട്ടി കൊടുത്തു. മേരെ ഹിസ്സേമേ 1.5 റൊട്ടിയായി. എൻ്റെ അവകാശത്തിൽ 1.5 റൊട്ടിയേ വന്നുള്ളൂ. फिर भी तसल्ली थी कि मेरी रोटियों से മെഹറുനിസ और उसकी 2 बेटियों की भूख तो बुझी. എന്നാലും എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ കൊടുത്ത റൊട്ടികൾ ആ മെഹറുനിസേൻ്റെ 2 പെൺകുട്ടികളുടെയും വിശപ്പ് മാറി. मैं क्या मेरी तो भूख रहने की आदत ही थी. भूखे रहने की आदत ही थी. मैं क्या എൻ്റെ എന്താ मेरी तो भूखे रहने की आदत थी. എനിക്കാണെങ്കിൽ വിശന്നിരിക്കാനൊരു പരിചയമായിരുന്നു. मेरे पड़ोसी हीरा सिंह एक नौजवान है. എൻ്റെ പടോസി എൻ്റെ നെയ്ബർ എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യൻ ഒരു നൗജവാനാണ്. വാ മുझे ഹിമ്മത്ത് ബന്ധാത്ത ഹെ. അവൻ എനിക്ക് ബലം തരുന്നത് അവനാണ്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. इस आधे वीरान और आधे आबाद शहर में शिवाजी राम भी तो हैं जो मुझसे कहते हैं मुसीबत के ये दिन कभी ना कभी तो ख़त्म होंगे. ഈ പകുതി കത്തി കിടക്കുന്ന വീടും ആദ്യ വീരാൻ ആദ്യ ആബാദ് എന്ന് പറയുമ്പം പകുതി ആൾക്കാർ മരിച്ചു, പകുതി ആൾക്കാർ ജീവിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ശിവാജി റാം എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അവൻ എന്നും പറയും കബീന കബി പോയേ മുസീബത്ത് ഖത്തം ഹോഗ. ഈ ബുദ്ധിമുട്ടെല്ലാം എന്തെങ്കിലും തീരും. നമ്മുടെ ഇപ്പോൾ അവസ്ഥ പോലത്തെ പറയാം. ഉസ്കാ ലടക്ക ബാൽ മുകുന്ദ് മുझे अपने पिता की तरह चाहता है. അതിൻ്റെ അച്ഛനാണെങ്കിൽ ഉസ്കാ ലടക്ക ബാൽ, അവൻ്റെ മോനാണെങ്കിൽ ഇവരെ അച്ഛനെ പോലെ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്. जब मैं बीमार पड़ा बाल मुकुंद अंग्रेज सिपाहियों की नज़रों से बचते बचाते एक हकीम को मेरे पास लाया था. ഇവന് വയ്യാണ്ടായപ്പോൾ ഇവർ ബാൽ മുകുന്ദ് ആ കൂട്ടുകാരൻ്റെ മോൻ അംഗ്രേജി സിപ്പാഹിയോസെ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് കണ്ണ് വെട്ടിച്ചിട്ട് ബച്ചത്തെ ബച്ചാത്തെ രക്ഷപ്പെട്ട് ഏക് ഹക്കീം കോ ലേക്കെ ആയാ ഥാ. ഹക്കീം കി ദവാ സെ മേരി ജാൻ ബച്ചി. അപ്പോൾ അന്ന് ഈ കൊച്ച് ഒരു വൈദ്യനെ കൊണ്ടുവന്നു, ഒരു നാട്ടുവൈദ്യനെ. അത് കാരണം ഇവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തേ. അപ്പോൾ ആ കൊച്ചിനെ അവന് ഭയങ്കര കാര്യമാണ്. മുझे ജിന്ദഗി ബാൽ മുകുന്ദ് की मदद से ही वापस मिली थी. ഈ ബാൽ മുകുന്ദ് എന്ന് പറഞ്ഞ കൊച്ചുകാരനാണ് ഇവന് ജീവൻ രക്ഷപ്പെട്ടത്. ദൂറോ के दोस्तों में मेरठ के ഹരിഗോപാൽ തുഫ്ത है. അപ്പോൾ ദൂരത്തിലൊരു റിലേഷനിൽ കൂട്ടുകാരിൽ ഹരിഗോപാൽ തുഫ്തയുണ്ട്. വേ ഷായരി കർത്തെ. അവർ ഈ പാട്ട് പാടുന്നു, ഗസൽ പോയറ്റ് പോലെ. ഉन्होंने मुझे अपने घर मेरठ से നക്കത് റുപ്യ भेजा था. അവർ ആ ആൾക്കാർ, അതും അവൻ്റെ ഒരു കൂട്ടുകാരാണ്. അവൻ मेरठ നിന്ന് नकद रुपया भेजा, कैश അയച്ചായിരുന്നു. गेहूं की कुछ बोरिया भी തുഫ്ത के आदमी मेरे घर पर रख गए थे. കുറച്ച് ഗോതമ്പിൻ്റെ ചാക്കുകളും, गेहूं की कुछ बोरिया എന്ന് പറയുമ്പോൾ ഗോതമ്പ് നിറഞ്ഞ ചാക്കുകളും കുറച്ച് ഇവന് കൊണ്ട് കൊടുത്തായിരുന്നു എന്ന്. उन्होंने कहला भेजा था कि मैं फिक्र ना करूं, वे मेरी मदद कर हर हिस्से से करते रहेंगे. അപ്പോൾ उन्होंने कहला भेजा, ഈ അരിച്ചാക്ക് ഈ ഗോതമ്പ് കൊണ്ടുവന്നവരോട് പറഞ്ഞായിരുന്നു ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും അവൻ ഇവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വഹ മേരി മദദ് ഹർ കിസ്മ സെ കർത്തെ രഹേംഗെ. അപ്പോൾ എപ്പോഴും മദത് ചെയ്യുന്നു, ഇവനെ എപ്പോഴും രക്ഷിക്കും, ടെൻഷൻ അടിക്കണമെന്ന് ഇവൻ്റെ ആ ദൂരത്തിലുള്ള കൂട്ടുകാരൻ പറഞ്ഞു. ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरिया दिली और हमदर्दी का शुक्रिया अदा हो जाए. ये बात जिसका लिखना ज़रूरी नहीं था, ഇത് വലിയ അത്യാവശ്യമില്ലായിരുന്നു. സിർഫ് ഇസ്ലിയെ ലിഖാക്കി, ഇതുകൊണ്ടാണ് എഴുതിയ ക്യോക്കി ലോകം കി ദരിയ ദിലി और हमदर्दी का शुक्रिया अदा हो जाए. അപ്പോൾ ആൾക്കാർ എന്തൊക്കെ നല്ല കാര്യം ചെയ്ത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയത്. അല്ലാണ്ട് ഇത് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു, അവർ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ഒരു നല്ല കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. दिन में चूल्हे नहीं सुलगते, जब अनाज ही नहीं है तो चूल्हे कहाँ से जले. दिन में चूल्हे नहीं सुलगते. രാവിലെ നേരത്ത് അടുപ്പൊന്നും കത്തുന്നില്ല. ചൂല എന്ന് പറയുമ്പോൾ അടുപ്പ് കത്തുന്നില്ല. കാരണം
അടുപ്പ് കത്തിക്കണമെങ്കിൽ അരി വേണ്ടേ, അനാജി നെയ്യ്. അപ്പോൾ अरी नहीं പിന്നെ എങ്ങനെയാണ് അടുപ്പ് കത്തിക്കുക. मकानों के मालिक मार डालेंगे, मकानों के ഈ മാലിക്കിനെ ഒക്കെ കൊന്നു. വേ ഹോത്തെ തോ घरों में गल्ला पानी आता. ഈ വലിയ വലിയ ആൾക്കാരെയൊക്കെ കൊന്നു. അതുകൊണ്ട് ഒന്നും വരാനില്ല. നീ തനായി और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया. ഈ ബുദ്ധിമുട്ടും ഈ ഒറ്റയ്ക്കുള്ള സമയത്ത് ഈ എഴുതി കലം എന്ന് പറയുമ്പോൾ ഈ പേനോണ്ട് എഴുതുന്ന ഈ കഥകൾ കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഉസ്കെ സാരെ ദോസ്ത് ഏക് ഏക് കർ മാർ ഡാലെ ഗയെ. ഇതെല്ലാ കൂട്ടുകാരെയും കൊന്നു. പക്ഷേ ഇവർ പോയിട്ടായതുകൊണ്ട് ഇവരെ ആരും കൊന്നില്ല, ഇവർ രക്ഷപ്പെട്ടു. മേരി ആത്മാ മേ അബ് കേവൽ ദുഃഖി ദുഃഖ. എൻ്റെ ആത്മാവിൽ ഇനി ദുഃഖം മാത്രമേ ഉള്ളൂ. മേ അപ്ന ബിസ്തർ और कपड़े बेच कर जिंदगी गुजार रहा हूँ. അപ്പോൾ ബിസ്തറും തുണിയൊക്കെ വിറ്റിട്ടാണ് ഇവൻ ജീവിക്കുന്നതെന്ന്. दूसरे लोग जिस तरह से रोटियां खाते हैं मैं कपड़े खा रहा हूँ. അപ്പോൾ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്ന പോലെ നമ്മളിപ്പോൾ കപ്പടെ ഖാ രഹാ ഹൂँ. ഡർത്താ ഹൂँ कि जब सब कपड़े खा लूँगा तो नंगा ही भूखा मर जाऊँगा. അപ്പോൾ അതൊക്കെ ഒരു റൈറ്റിംഗ് ആണ്. ഇപ്പം പറയുന്നത് ആഹാരമൊന്നും ഇല്ലാണ്ടായി, അനാഥമൊന്നും ഇല്ലാണ്ടായി, ഇപ്പോൾ തുണി നിന്ന് ജീവിക്കുവാണ്. എല്ലാ തുണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുണിയില്ലാതെ തന്നെ വിശന്ന് മരിക്കേണ്ടി വരുമെന്ന്. ഭൂഖാഹി കപ്പടെ ഖാ ലൂँगा तो ഭൂഖാ ഹി മർ ജാവുങ്ക. അപ്പോൾ ഇതൊരു ഇതാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. അത്രയും ആഹാരം ഇല്ലാണ്ട് അങ്ങനെ ജീവിക്കുകയാണ് ആൾക്കാർ. പക്ഷെ അവൻ ഈ കവിത എഴുതിയോണ്ട് ഇവനെ കൊന്നില്ല, ഇവൻ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ഇവൻ്റെ ഓരോരോ കൂട്ടുകാരും കൊല്ലപ്പെട്ടു എന്നാണ് ഈ കവിതയുടെ ഒരു സമ്മറി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് കമൻറ്റ്, വ്യൂ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.